ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായ ആക്രമണത്തിൽ വയോധിക മരിച്ചതിൽ പ്രതിഷേധം ശക്തം. പ്രദേശത്ത് തെരുവുനായ ശല്യത്താൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരുവുനായയുടെ ആക്രമണത്തിൽ മരിച്ച തകഴി സ്വദേശി കാർത്യായനിയുടെ പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കും. മകൻ പ്രകാശിന്റെ ആറാട്ടുപുഴയിലെ വീട്ടിൽ വെച്ച് ഇന്നലെയാണ് കാർത്യായനിയെ തെരുവുനായ ആക്രമിച്ചത്. ഇന്നലെ പുറത്തുപോയി വരുമ്പോൾ അമ്മ നിലത്ത് കിടക്കുന്നതാണ് കണ്ടതെന്നും ആ സമയം 3 നായകൾ വീട്ടു പരിസരത്ത് ഉണ്ടായിരുന്നുവെന്നും പ്രകാശ് പറഞ്ഞു. അമ്മ അവിടെ ഇരിക്കുന്നു. അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു. അമ്മ അവിടെ എണ്ണീച്ച് രാവിലെ ഇറങ്ങിയിരിക്കും. ഞാൻ മിക്കവാറും ദിവസം പറയും, അമ്മ എന്തിനായി അതിരാവിലെ ഇരിക്കുന്നത്? അപ്പം കൊതുകടി കൊള്ളുന്നു. അപ്പം പറയും, മോനെ കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വിശ്രമിക്കട്ടെ, അകത്തെപ്പോഴും കയറിയിരിക്കേണ്ട ഇടുക്കുമുറി. അപ്പോൾ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു. ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും, ചിലപ്പോൾ അകത്ത് കയറി കഴിക്കും. അമ്മയ്ക്ക് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും. അകത്തും കട്ടിൽ ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും. അല്ലാതെ ആ വാതിലിൻ്റെ അവിടെ അമ്മ കസേര ഇരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കും. അല്ലാതെ വേറെ അമ്മ കിടപ്പായിട്ടല്ലല്ലോ, അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. വിവരങ്ങളുമായി അൽ അമീനും അലി അക്ബർ ഷായും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ആദ്യം അൽ അമീനിലേക്ക്. അൽ അമീൻ, സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഇങ്ങനെയൊരു കാര്യമല്ല പറയാൻ ആഗ്രഹിച്ചത്, പക്ഷേ ഇന്നലെ ആ അമ്മയ്ക്കുണ്ടായത് ദാരുണമായ അന്ത്യമാണ്. എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? സുജയ, ആറാട്ടുപുഴ അഴീക്കൽ ബീച്ചിനോട് സമീപത്തുള്ള വീട്ടിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ രാവിലെ ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് ബീച്ചാണ്, റോഡിൻ്റെ ഒരു ഭാഗത്ത് ബീച്ചാണ്, മറുഭാഗത്താണ് ഈ പറയുന്ന വീട് വരുന്നത്. നമ്മൾ രാവിലെ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് ആൾക്കൂട്ടത്തെ കാണുന്നതിലധികം വലിയ നായകളുടെ, തെരുവ് നായകളുടെ വലിയൊരു കൂട്ടത്തെയാണ്. ആ കൂട്ടമാണ് രാവിലെ നമ്മളെ വരവേറ്റത്. അത്രത്തോളം തെരുവ് നായകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ പ്രദേശം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഇന്നലെ ഇത്തരമൊരു ദാരുണമായ അപകടം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ ആ വീട്ടിലേക്ക് കയറാം. കാർത്തിയായനിയമ്മ കഴിഞ്ഞിരുന്ന മകൻ പ്രകാശിൻ്റെ വീടാണ്. ഈ വീട് നോക്കുക സുജയ, വീടിൻ്റെ മുൻഭാഗത്ത് ചുറ്റുമതിലുണ്ട്. അത് മുൻഭാഗത്ത് മാത്രമാണ് ഈ മതിലുള്ളത്. മതിലും അതുപോലെ തന്നെ ഗേറ്റും ഉള്ളത് മുൻഭാഗത്ത് മാത്രമാണ്. ബാക്കി ഭാഗത്തല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ ടാർപോളിൻ ഷീറ്റ് പോലെ ചാക്കും മറ്റുമൊക്കെ കെട്ടിത്തിരിച്ച് അതിൽ തിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലാണ് മറ്റു ഭാഗങ്ങളൊക്കെ തന്നെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കെട്ടുറപ്പുള്ള ഒരു വേലിയാണ്. വേലി കൊണ്ടാണ് ആ സൈഡ് മുഴുവനും തീർത്തിരിക്കുന്നത്. ഈ വീടിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം പുറത്തൊരു കട്ടിലും ഒരു ഷെഡുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഷെഡിലാണ് അമ്മ കഴിയുന്നത് എന്നുള്ളതാണ് മകൻ തന്നെ പറഞ്ഞത്. കാരണം പകൽ സമയത്ത് കൂടുതലും അമ്മ ഇവിടെയാണ് കിടക്കാറ് എന്നുള്ളതാണ്. ഒരു ഷെഡ് കെട്ടി ടാർപോളിൻ ഷീറ്റ് കെട്ടി ഇട്ടിട്ടുണ്ട്, ഒരു കട്ടിലിട്ടിട്ടുണ്ട്, അതിൽ കമ്പിളി പുതപ്പുണ്ട്. അമ്മയുടെ നൈറ്റിയും മറ്റ് വസ്ത്രങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. തൂക്കുപാത്രവും പാത്രവും ഗ്ലാസും ഫ്ലാസ്കും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മകൻ പ്രകാശ് പറഞ്ഞത് അമ്മ രാത്രി കിടക്കുന്നത് വീടിനകത്താണ്, പക്ഷെ പിന്നീട് പലപ്പോഴും പുറത്ത് വന്നിരിക്കാറുണ്ട്. അമ്മയ്ക്ക് അതാണ് സൗകര്യം. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഇവിടെ ഇരുന്നായിരിക്കും, ചിലപ്പോൾ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇവിടെ കിടന്ന് മടക്കുമ്പോൾ അകത്തേക്ക് കിടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് അമ്മ പോകുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഈ അമ്മ ഇവിടെ തന്നെ ഉണ്ട്, മകനോടൊപ്പമുണ്ട്. ഇന്നലെ നമുക്ക് ആദ്യം ലഭിച്ച വിവരം ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി അമ്മ തകഴിയിൽ നിന്നും ഇവിടേക്ക് വന്നു എന്നുള്ളതാണ്. പ്രാദേശികമായി ലഭിച്ച വിവരമായിരുന്നു അങ്ങനെ. പക്ഷേ ഇന്നിപ്പോൾ മകൻ പ്രകാശ് പറയുന്നത് കഴിഞ്ഞ 1 വർഷമായി അമ്മ തനിക്കൊപ്പമുണ്ട്. ഈ രീതിയിൽ അകത്തും പുറത്തുമായിട്ടൊക്കെയാണ് അമ്മ താമസിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ്, ഈ ഭാഗത്താണ് അമ്മ മരിച്ചു കിടക്കുന്നത്. ഈ പ്രകാശും കുടുംബവും ഒക്കെ വരുമ്പോൾ അമ്മ പരിക്ക് പറ്റി വീണ് കിടക്കുന്നതും ഈ ഭാഗത്താണ്, കട്ടിലിൻ്റെ അടുത്താണ്. ഈ നായകൾ കയറിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വശങ്ങളൊക്കെ ഈ ചാക്കും ടാർപോളിൻ ഷീറ്റും മറ്റു വേലിയൊക്കെ തീർത്താണ് അതിര് തീർത്തിരിക്കുന്നത്. അങ്ങനെ ചാക്ക് കൊണ്ട് കെട്ടിമറച്ച ഒരു ഭാഗം നമുക്ക് കാണാം. അമ്മ കിടക്കുന്ന കട്ടിലിനോട് തൊട്ട് ചേർന്നാണ്. ഇത് ഈ കാണുന്ന ഭാഗത്തുകൂടി പൊത്തു ചാടിയാണ് ഈ തെരുവ് നായ അകത്തേക്ക് വന്നതും കാർത്തിയായനി അമ്മയെ ആക്രമിച്ചതും. പ്രകാശ് പറഞ്ഞത് ഇന്നലെ 4 മണിയോടുകൂടിയാണ് പ്രകാശും ഭാര്യയും ഒക്കെ പുറത്തു പോയി ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ അമ്മ ഇവിടെ വീണ് കിടക്കുന്നു. 3 നായകൾ സമീപത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് 3 നായ. അപ്പോൾ ഒരു നായ അല്ല അമ്മയെ ആക്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതിൽ ഒരു നായ, ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് ഇവിടുത്തെ വളർത്തുനായാണ്, പ്രകാശിൻ്റെ വളർത്തുനായാണ്. ഈ നായ അമ്മ കിടക്കുന്ന കട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷീണിച്ച അവസ്ഥനായി കിടക്കുന്നത് നമുക്ക് കാണാം. പ്രകാശ് പറയുന്നത് ഇന്നലെ വരുമ്പോൾ ഈ വീട്ടു പരിസരത്ത് 3 തെരുവ് നായകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു നായയുടെ പിടലിയിൽ ഈ വളർത്തുനായ കടിമുറുക്കി നിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വാഭാവികമായും ആ നായയായിരിക്കണം ഒരു പക്ഷേ അമ്മയെ ആക്രമിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ അനുമാനിക്കുന്നത്. ഈ 3 നായകൾ ആക്രമിച്ചു എന്ന് പറയുന്നു. അമ്മ ഇവിടെ വീണ് കിടന്നു എന്ന് പറയുന്നു. ഒരു പക്ഷേ അമ്മയ്ക്ക്, പ്രകാശ് പറയുന്നത് ആരോഗ്യമുണ്ട്, 80 വയസ്സിന് മുകളിലുണ്ട്, 84 വയസ്സോളം പ്രായമുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും അതിനെ പ്രതിരോധിക്കാനാവില്ല. പക്ഷേ എന്നാൽ പോലും ഓടി മാറാനും കുതറി മാറാനൊക്കെ ഉള്ളൊരു ആരോഗ്യാവസ്ഥ അമ്മയ്ക്കുണ്ട് എന്നാണ് പ്രകാശ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കിടന്നുറങ്ങുകയായിരുന്ന കാർത്തിയായനി അമ്മയാണോ നായകൾ ആക്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇവിടെയാണ് വീണ് കിടന്നത് എന്നുള്ളതാണ്.
നമ്മളൊരു ചിത്രം കണ്ടിരുന്നു സുജാഹി ആക്രമിച്ചതിന് ശേഷമുള്ള അമ്മയുടെ മുഖം. അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പറ്റില്ല. അത്രത്തോളം വികൃതമായ രീതിയിൽ മുഖമൊക്കെ പൂർണ്ണമായും കടിച്ചു പറിച്ച രീതിയിലാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുന്നത്. പ്രകാശ് പറയുന്നത് വന്ന് കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു, പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് മരിച്ചു എന്നാണ് പ്രകാശ് പറയുന്നത്. സമീപവാസികളിൽ ചിലർ ഈ നായയുടെയൊക്കെ വിളിയൊക്കെ കേട്ടു എന്നും തീർച്ചയായും ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് തെരുവുനായകൾ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പുറത്ത് ആ ബീച്ചിലേക്ക് ഇറങ്ങി ചെന്നാൽ തന്നെ കാണാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയായി ഈ മരണം നമ്മുടെ മുന്നിൽ ഒരു ചൂണ്ട് പലകയായി നിൽക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ എടുക്കണം. ഇനിയൊരു ജീവൻ പൊലിയുന്നത് വരെ നമ്മൾ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നടപടികളാണ് വേണ്ടത്. അതാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ ദിവസം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഇതുപോലെ ആക്രമണത്തിനിരയാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത്.